സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് രാവിലെ പേപ്പർ കണ്ടപ്പോൾ തന്നെ വീഡിയോ ഇടണമെന്ന് തോന്നിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം നമുക്കിവിടെ വൈഫൈ സൗകര്യമില്ല, അതുകൊണ്ട് വീഡിയോ ഇടാൻ ഒത്തില്ല. അപ്പോൾ നമ്മുടെ ഇവിടെ ഇതെന്തോ വെള്ളരിങ്ങ പട്ടണമാണോ? ഇത് എന്തോ പണ്ടത്തെ എന്താ പറയുന്നത്, ഈ നാടുവാഴികളൊക്കെ താമസിക്കുന്ന സ്ഥലം പോലാണ് നമ്മുടെ ഇവിടെ. ഒരു പാവം പിടിച്ച KSRTC ഡ്രൈവറെ ഒരു കാർ കൊണ്ട് വട്ടം പിടിച്ച് നിർത്തിയിട്ടിട്ട് അയാളെ അധിക്ഷേപിച്ച മേയറും ഭർത്താവ് MLAയും നമ്മളൊക്കെ കണ്ടതാണ്. അവരിതൊക്കെ ഒടുവിൽ കുറ്റപത്രം ഉണ്ടാക്കിയപ്പോൾ അവർ രണ്ടും പ്രതിയല്ല. ഇത് ഇന്ന് കുറ്റപത്രം, ഇന്ന് പേപ്പറിൽ, മനോരമ പേപ്പറാണ് ഞാനിപ്പം വായിച്ചത്, അതിനകത്ത് കണ്ടതാണ്. അവർ രണ്ടും പ്രതിയല്ല. വേറെ അവരുടെ ആങ്ങളെയോ മറ്റോ ഉണ്ടായിരുന്നു, അയാളെ ഒരു പ്രതി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തോ ന്യായമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാത്ത കേസുകൾക്കൊക്കെ ആവശ്യമില്ലാതെ തന്നെ ആൾക്കാരെ പൊക്കിക്കൊണ്ട് പോവുകയും ഒക്കെ ചെയ്യും. ഇത് നാട്ടുകാരെല്ലാം അറിഞ്ഞ ഒരു കേസ്, ഇതുവരെ വീഡിയോ വരെ ഉണ്ട്. അതിനകത്തുനിന്ന് ഈ പാവം പിടിച്ച KSRTC ഡ്രൈവറുടെ ജോലി വരെ തെറിച്ചു. അയാളാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുക. KSRTCയുടെ അത് പോട്ടെ, എന്തെങ്കിലുമായിട്ടാണ് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, ജോലി കിട്ടും. പക്ഷെങ്കിൽ ഇത് ഒരു വളരെ വിരോധാഭാസമാണ്. അധികാരമുള്ളവർക്ക് എന്ത് ചെയ്യാം, അധികാരമുള്ളവരെ താങ്ങാൻ പോലീസുകാർ വേണ്ടേ? ഈ പോലീസുകാർക്കൊന്ന് നാണമെങ്കിലും വേണ്ടേ? ഇങ്ങനെയാണ് FIR ഇടുന്നത്. ഇത്രയും കുറ്റം ചെയ്ത ഒരു വ്യക്തികൾ, അവർക്കെതിരെ ഒരു കേസ് പോലും ഇല്ലാതെ MLA ഒഴിവാക്കിയിട്ട് ഒരു കുറ്റപത്രം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് നാണമുണ്ടോ? എന്തിനാ ഇങ്ങനെയുള്ള പോലീസ്? നമ്മളെയൊക്കെ പിടിച്ച് ചിലപ്പം ചുമ്മാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുമ്പോൾ പിടിച്ച് ഈ അകത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ചോദിക്കാനും പറയാനും ആരും കാണത്തില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ നമ്മുടെ ഈ യദുവിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വിജയാശംസകളും നേർന്നുകൊണ്ട് ഉപസംഹരിക്കുന്നു. നമസ്കാരം, നന്ദി, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.